ഹലോ ഫ്രണ്ട്സ്, മെല്ലെ 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 നമ്മൾ റിട്ടയർമെന്റിന്റെ ക്ലൈമാക്സ് പോർഷനിലോട്ട് കിടക്കുകയാണ്. ഈ റിട്ടയർ ആയി പോണ ആൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണ്ടേ? എന്ത് കൊടുക്കണം? ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ഗുഡ്വിൽ എന്ന് മാത്രം. അതെന്താ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. ഗുഡ്വിൽ മാത്രം കൊടുത്താൽ മതിയോ? ഹിൽ ബി ഹാപ്പി ആണോ? അയാളുടെ ക്യാപിറ്റൽ കൊടുക്കണ്ടേ? ഗുഡ്വിൽ കൊടുക്കണ്ടേ? ജനറൽ റിസർവ് അയാളുടെ ഷെയർ കൊടുക്കട്ടെ? പി ആൻഡ് എൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ? പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ വാങ്ങണ്ടേ? അതുപോലെ വേറെന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, എഗ്രിമെന്റിൽ ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് വാങ്ങണമെങ്കിൽ വാങ്ങട്ടെ? ഡ്രോയിങ്സ് പിടിക്കണ്ടേ? ഇതെല്ലാം ചെയ്യണ്ടേ നമ്മള്, അല്ലേ? എന്നിട്ട് ഇയാൾക്ക് ഒരു 50,000 രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഇയാള് ഫോർ എക്സാമ്പിൾ സി എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട്. ഈ റിട്ടയർ ആയി പോണ സമയത്ത് ഫേമിന്റെ കയ്യിൽ 50, ഞാൻ 50,000 എന്നേ പറയുള്ളൂ, ഇൻ റിയൽ ലൈഫ് 5 ലക്ഷം 6 ലക്ഷം ഇങ്ങനെയൊക്കെ വരും. അത് കൊടുക്കാനുള്ള ക്യാഷ് ലംപായിട്ട് ഫേമിന്റെ കയ്യിൽ ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ പോവാണ്, അവൻ 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, 5 ലക്ഷം രൂപ അങ്ങനെ ബീറോ ഒന്ന് എടുത്ത് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ലംപായിട്ട് ഉണ്ടാവും. ഈവൻ ബാങ്കിലും അത്ര ബാലൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധം ഉണ്ടോ? എവിടെ? ഇല്ല, അല്ലേ? പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കും, ചോദ്യത്തിൽ ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കും. ഇവിടെ ട്വിസ്റ്റ് എന്താണെന്നറിയോ? റിട്ടയറിംഗ് ആയി പോണ ആൾക്ക് കൊടുക്കേണ്ട എമൗണ്ടിനെ അയാളുടെ ലോൺ അക്കൗണ്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്താണ്? ലോൺ അക്കൗണ്ട് അയാളുടെ പേരിൽ ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിക്ക് ട്രാൻസ്ഫർ. ഇതാണ് ട്വിസ്റ്റ്. ഇനി ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് ഉടനടി സെറ്റിൽ ചെയ്തു, പക്ക അപ്പൊ തന്നെ ഫൈനൽ സെറ്റിൽമെന്റ്. പോവാണോ, പടിയിറങ്ങാണ്, അതാ പിടിച്ചോ കാശ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി. ഫേമിന്റെ കയ്യിൽ നിന്ന് കാശ് പോണു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കുറയുള്ളൂ, എന്താ എൻട്രി വരിക? ക്യാഷ് പോവുകയാണെങ്കിൽ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബാങ്കിൽ നിന്ന് കുറയണമെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആർക്കാ കൊടുക്കുന്നത്? റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? അപ്പൊ എന്താ എൻട്രി വരിക? അതാണ് ആദ്യം സ്ക്രീനിൽ കാണുന്നത്, കണ്ടോ? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം, സാർ നമ്മള് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ക്രെഡിറ്റ് ചെയ്യണം, പാർട്ട്ണറെ ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ഡെബിറ്റ് ചെയ്യണം എന്നല്ലേ സാറ് പറഞ്ഞത്? ഇത് പാർട്ട്ണർക്ക് കൊടുക്കുകയല്ലേ നമ്മള്, അപ്പൊ പാർട്ട്ണറിനെ ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്? എന്തിനാ സാർ അവിടെ പാർട്ട്ണറിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്തായിരിക്കും? ഇത് ക്ലോസിംഗ് അല്ലേ? ഇത്ര നാൾ ഒന്ന് ആലോചിച്ചു നോക്ക്, അക്കൗണ്ട്സ് എങ്ങനെയാ വർക്ക് ആവുക? ക്യാപിറ്റൽ കൊടുക്കണം, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഗുഡ്വിൽ കൊടുക്കണം, അവന്റെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, അവനെ ക്രെഡിറ്റ് ചെയ്തു, കൊടുക്കാനുള്ള ആളെ ക്രെഡിറ്റ് ചെയ്തു. മറ്റേ സാലറി കൊടുക്കണം, അവനെ ക്രെഡിറ്റ് ചെയ്തു. കമ്മീഷൻ കൊടുക്കണം, അവനെ ക്രെഡിറ്റ് ചെയ്തു. ഇത്രയും അവന് കൊടുക്കാനുണ്ട്. ഇപ്പൊ അവസാനം ഇതൊക്കെ കൊടുക്കുകയാണ്, ഫൈനൽ സെറ്റിൽമെന്റ്. അപ്പൊ ഇത്ര ക്രെഡിറ്റ് ചെയ്ത ആളെ മൊത്തത്തിൽ അങ്ങോട്ട് ക്യാൻസൽ ആക്കി വെക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ അക്കൗണ്ട്സ് വർക്ക് ആവുള്ളൂ. എല്ലാം ക്യാൻസൽ ആവണ്ടേ, ഒന്നും പെൻഡിങ് വെക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇത്ര നാൾ അവനെ ക്രെഡിറ്റ് ചെയ്തു, കൊടുക്കുന്ന സമയത്ത് അവനെ ഡെബിറ്റ് ചെയ്തു, മൊത്തത്തിൽ അങ്ങോട്ട് ക്യാൻസൽ ആക്കി. ദാറ്റ്സ് ഓൾ, സിമ്പിൾ കേട്ടോ. അപ്പൊ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കൂ, അത് ചോദ്യത്തിൽ പറയണം കേട്ടോ, വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ദാറ്റ് ഉടനടി ക്യാഷ് കൊടുക്കണു എന്ന് പറഞ്ഞിരിക്കണം. ഇനി അടുത്തത് നോക്കൂ, ഇനി അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല ചോദ്യത്തിൽ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കൊടുക്കാനുള്ള കാശ് ഫേമിന്റെ കയ്യിൽ ഉണ്ടാവൂ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ചില സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? അതായത് ഈ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഇപ്പൊ ഇയാൾക്ക് ഒരു 50,000 രൂപ കൊടുക്കാനുണ്ട്, ബാങ്ക് നോക്കുമ്പോൾ ബാങ്കിൽ ഒരു 60,000 ഉണ്ട്, അപ്പൊ ഈസി ആയിട്ട് കൊടുക്കാമല്ലോ, 50,000 തൂക്കി കൊടുക്കാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങളൊന്ന് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു ചെലവ് വരുന്നു, അല്ലെ? 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ. പക്ഷെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് കുറച്ചായിട്ട് കൊടുത്താൽ മതി, പക്ഷെ കൊടുക്കുമ്പോൾ പലിശയും കൊടുക്കണം. ഇപ്പൊ ലംപായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മാക്സിമം ലംപായിട്ട് കൊടുക്കാതെ അത് ഇവിടെ വെച്ചിട്ട് വർഷാവർഷം മെല്ലെ മെല്ലെ കൊടുക്കാം നമുക്ക്. അങ്ങനെയല്ലേ നമ്മൾ ആലോചിക്കുള്ളൂ. കാരണം നമ്മുടെ ഇപ്പത്തെ കാര്യങ്ങളും നടന്നു പോകണ്ടേ? ഉള്ള കാശൊക്കെ അവന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണല്ലോ ഇന്നത്തെ കാലത്ത് EMI അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് പോയാലും ലംപായിട്ട് പോണില്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് കാശ്. സോ വി വിൽ തിങ്ക്
അപ്പൊ റിട്ടയർ ആയി പോണ ആൾക്ക് കൊടുക്കേണ്ട എമൗണ്ടിനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? റിട്ടയറിംഗ് പാർട്ട്ണറുടെ പേരിൽ ലോൺ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ലോണിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതാണ് രണ്ടാമത്തെ എൻട്രി. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ചില ചോദ്യത്തിൽ പറയും 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, അതിൽ പകുതി ക്യാഷ് ആയിട്ട് കൊടുത്തു, പകുതി ലോൺ ആയിട്ട് തരുന്നു എന്ന്. അപ്പൊ എന്താ എൻട്രി വരിക? മൂന്നാമത്തെ എൻട്രി പാർട്ട്ലി ബൈ ക്യാഷ്, പാർട്ട്ലി ബൈ ലോൺ. അപ്പൊ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. കാരണം കയ്യിൽ നിന്ന് കാശും പോകുന്നുണ്ട്, കുറച്ച് ലോണിക്കും പോകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഡിസ്പോസൽ ഓഫ് ദ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ടിന് എങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യും, എങ്ങനെ നമ്മൾ കൊടുത്തു തീർക്കും? ഈതർ ഫുൾ ആയിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതും അല്ലെങ്കിൽ പകുതി ക്യാഷ് ആയിട്ട് കൊടുക്കും, പകുതി ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ്സ് വെരി സിമ്പിൾ അല്ലെ? ലോൺ അക്കൗണ്ട് വരയ്ക്കാനുള്ള ചോദ്യം എക്സാമിന് കൂടുതലും വരാറുണ്ട്. അപ്പൊ ആ ഭാഗം ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോവാം കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ കൂടി നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.